വിജയപ്രതീക്ഷ എത്രത്തോളം ഉണ്ട്? മത്സരിക്കുന്നു, വിജയിക്കാൻ തന്നെയാണ്. മണ്ഡലത്തിലേറെ പ്രചരണത്തിലേറെ മുന്നിലാണ്. അവിടെ എങ്ങനെയായിരിക്കും, എത്രത്തോളം വോട്ട് നേടാനോ? ഒരു തെരഞ്ഞെടുപ്പിൽ വിജയമെന്ന് പറയുന്നത് അത് ഓരോ ഒറ്റ വോട്ടിനായാലും വിജയമാണ്. അതുകൊണ്ട് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ എന്നെ സ്വീകരിച്ചിട്ടുള്ളത് അവരുടെ ആവേശം അതൊക്കെ തന്നെയാണ് ഇടതുമുന്നണിക്ക് തരുന്ന പ്രതീക്ഷ. അതുകൊണ്ട് തീർച്ചയായും വിജയമുണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. വേണു ആനി രാജയുടെ പത്രികാ സമർപ്പണം അല്പസമയത്തിനകം നടക്കും. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കലക്ടറേറ്റിലെ വിശ്രമ മുറിയിൽ, അതായത് സന്ദർശക മുറിയിൽ ഇപ്പോൾ ഇരുന്നുകൊണ്ട് അവസാനവട്ട പത്രിക നമ്മുടെ സന്തോഷ് MP കാണാം. നമുക്ക് LDF-ന്റെ മിക്കവാറും എല്ലാ നേതാക്കളെയും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. CK ശശീന്ദ്രൻ ഉണ്ട്, മുൻ MLA, CPIM നേതാവ്, അതുപോലെ മിക്കവാറും എല്ലാ ഘടകകക്ഷി നേതാക്കളും ഇവിടെയുണ്ട്. അല്പസമയത്തിനകം തന്നെ പത്രികാ സമർപ്പണ ചടങ്ങുകളിലേക്ക് കിടക്കും. ഈ പത്രികാ സമർപ്പണത്തിന് ഇപ്പോൾ നിലവിലൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പത്രികാ സമർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെറിയൊരു സമയം വൈകി ഉണ്ടായത്. അല്പസമയത്തിനകം തന്നെ പത്രികാ സമർപ്പണം നടക്കും. ഇപ്പോൾ ആനി രാജ നേതാക്കളുമായി സംസാരിച്ചുകൊണ്ട് പത്രികയുടെ അവസാനവട്ട മിനുക്കുപണി എടുത്തുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. വേണു കൃത്യമായി അത് തന്നെയാണ്. രാഹുൽ ഗാന്ധിക്കൊപ്പത്തിനൊപ്പം ഇടതുമുന്നണിയുടെ പോരാട്ടം വയനാട്ടിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരേ ദിവസം തന്നെ ഒരുപക്ഷെ 1 മണിക്കൂർ മുൻപ് പത്രികാ സമർപ്പണം മാത്രമല്ല പ്രചരണത്തിൽ പ്രചരണ പ്രവർത്തനങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നതാണ്.